Guys, welcome back to our channel Scarpos Vlogs. I am Apukute. It's me Kathukutti. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഐ ഡ്രൈവ് പാർക്കിൽ പോകാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പൂളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇന്ന് മറ്റേ കാറിലും പിന്നെ കുറച്ച് കഴിയിലൊക്കെ കയറാൻ പോവാണ് അല്ലേ അപ്പോൾ നമ്മൾ ആ പുതിയ ഗോപ്രോയിൽ എടുക്കണത് നമ്മളിവിടെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പതിയെ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടതിന് ശേഷം വരുമ്പോൾ മാത്രം. അപ്പോൾ ഗൈസ് നമ്മൾ റെഡി ആയിട്ട് വരാം. റെഡി ആയിട്ട് കാണുന്നവരേക്കും. അപ്പോൾ ഞങ്ങൾ റെഡി ആയി വരുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യണം. ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കുറച്ചുകൂടെ റെഡി ആവാനുണ്ട്. ഇല്ല അതിന് ഷൂ ഒക്കെ റെഡി ആക്കട്ടെ. അപ്പോൾ ഗൈസ് പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഐ ഡ്രൈവ് പാർക്കിൽ ചെന്നപ്പോഴേ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള വണ്ടി ഞങ്ങളെടുത്തു. നിങ്ങൾ ആരൊക്കെയാണ് ഐ ഡ്രൈവിൽ പോയിട്ട് ഈ വണ്ടിയിൽ കയറിയിട്ടുള്ളത്? അപ്പോൾ കൂടെ ഞാൻ കയറിയ വണ്ടി കാരണം പറഞ്ഞിരിക്കുന്നതാണ്. അവർ പറഞ്ഞു അത് നിനക്ക് പറ്റില്ല എന്നിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വീഴുന്ന പേടിയുണ്ടായിരുന്നു. ഞാൻ ഇരുന്ന് കേട്ടോ ഗൈസ്. സെറ്റാണ്. ഞാൻ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയാൽ അപ്പോഴത്തേക്കും വന്നിട്ട് എന്നെ ഇടിച്ചിരിക്കുന്നു. ഇത് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ചൊരു പാടുണ്ടെന്ന് തോന്നുന്നു. 2 എണ്ണം വരുന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കും അല്ലേ? ആയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടാ. അപ്പുക്കുട്ടനെ വണ്ടി കയറ്റണ കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ അവൻ കാലെത്താത്തോടെ സീറ്റൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൂൻ്റെ വണ്ടിയിൽ നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിൽ ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുമായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ. അതുകൊണ്ട് തന്നെ വണ്ടി പോകുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടിക്ക് മാത്രം ലൈറ്റില്ല, എല്ലാ ബാക്കി വണ്ടിക്കും ലൈറ്റായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടൻ പോയിട്ടുണ്ട്. അവനും പോയി, ഞാനും പോയി. പിന്നെ അമ്മയും അപ്പയോടെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഞങ്ങൾ കുറേ നേരം കളിച്ചിട്ട് വന്നിട്ട് ഞങ്ങളും പോയിട്ട് ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ അവിടുത്തെ ഐസ്ക്രീംസ് ഒന്നും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായില്ലെങ്കിലും വണ്ടി അവിടുത്തെ റൈഡ്സൊക്കെ കൊള്ളാം. പക്ഷെ കുറച്ചുകൂടെ സേഫ്റ്റി മെഷേഴ്സൊക്കെ വേണമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പുക്കുട്ടി ഇപ്പോൾ നല്ല ഫ്ലുവൻ്റായിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ 20 മിനിറ്റാണ് കേട്ടോ റൈഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള കളികളിലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോഴും വേറെ ആരൊക്കെ അവിടെ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള കിട്ടും നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ എല്ലാത്തിനും ചാർജ്. പൂളിൽ ഞങ്ങൾ കയറിയില്ല. അപ്പോൾ കൊണ്ട് ഇത്തിരി വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പൂളിൽ കയറിയില്ല കേട്ടോ. ഇങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ ഇതിങ്ങനെ കറക്കാൻ. ഞാനൊന്ന് വീണു അതിൽ കിടന്നിട്ട് എന്നിട്ട് എൻ്റെ കാലിൽ നല്ല വേദനയുണ്ട് കേട്ടോ പൈസ. അപ്പോൾ നിങ്ങൾ കയറുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. അത് അപ്പൂൻ്റെ കാറാണ്, വേറെ ആരും ഓടിക്കുക കേട്ടോ. അത് അപ്പു അല്ല ഓടിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കണേ കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കാലും പിടിച്ച് ഞാനിങ്ങനെ കിടന്നതാണ്. അപ്പനാണ് വിളിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഞാൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ബാസ്കറ്റ് ബോൾ കളിക്കണം. ഞങ്ങൾക്ക് കൂടെ വന്നല്ല വേറൊരു കൊച്ചിന് വീണു കേട്ടോ. അപ്പൂന് ഇരിക്കും പപ്പയ്ക്കൊന്നും വീണില്ല. കുറേ നേരം നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മങ്കി ബാർ കയറാൻ പോകുന്നു കേട്ടോ. 2 മങ്കി ബാർ കുറച്ച് ഞങ്ങൾ നിൽക്കും അവിടെ. ഞാൻ ഇതിങ്ങനെ കയറാൻ കുറച്ച് അപ്പു പറഞ്ഞിട്ടാണ് കേസ് ഞാൻ താഴത്തോട്ട് കാലിട്ടെ. പിന്നെ അവനെ എടുക്കാൻ സഹായിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിൽ കയറി. അപ്പോൾ കുട്ടനത് കയറിയില്ല. അവനെ കൂട്ടി ഞാൻ വേറെ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുമ്പിലിരിക്കണ ഹുഡി പ്ലസ് ദറ്റ് സ്ലീവ് ഷർട്ടാണ് ഞാൻ കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ നേരം കളിച്ച് അതിലിരുന്നിട്ട് പിന്നെ ബിക്കോസ് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലൊരു ഊഞ്ഞാലുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ ഊഞ്ഞാലിൽ കൈ പിടിച്ചിട്ട് ആടാനായിട്ട് നന്നായിട്ട് അറിയും കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല. ഊഞ്ഞാലിൽ എങ്ങനെ ആടാൻ കേട്ടോ. നിങ്ങൾ ഈ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേ. പിന്നെ ഇതാണ് അവിടുത്തെ പൂള്. അവിടെ നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. പക്ഷെ പൂള് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ പൂള് നമ്മൾ ഇറങ്ങിയില്ല. ഇതായിരുന്നു അവിടുത്തെ വണ്ടി ഓടിക്കാൻ വേണ്ടി. നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇവിടെ ഒരിക്കലും പോകരുത്. വണ്ടി ഓടിക്കണമെങ്കിൽ മുകളിലത്തെ രീതിയിൽ കൂടെ പോകരുത്, അടിയിൽ കൂടെ ഓടിച്ചാൽ മതി. എൻ്റെ മുന്നേ മുകളിൽ ഒട്ടും സേഫ്റ്റി ഇല്ല, വീഴും ഗൈസ്. അവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും അത്ര ചെറിയ വെയിൽ ആയതുകൊണ്ട് വീണ് പോകും. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇതുപോലെ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാ.
ഇങ്ങനെ ചാടിയൊക്കെ കളിക്കില്ല അതിലൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആ വീട്ടിലോട്ടേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിൽ ഒരു iDrive പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും എൻ്റെ വക ഹാപ്പി ഫാദേഴ്സ് ഡേ.